ഡൗട്ടായിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ നോക്കേ. ആവറേജിൻ്റെ നല്ല ക്വസ്റ്റ്യനാണ്. ഒരുപാട് പേര് ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. പല സ്ഥലത്തും നിങ്ങൾക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള സൊല്യൂഷനൊക്കെ ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം, ഇത് ഷോർട്ടായിട്ട് ചെയ്യാൻ നോക്കാം. നമ്മുടെ ബാക്കി ഷോർട്സ് എല്ലാം കാണുക. എല്ലാം അങ്ങനത്തുള്ള ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ചെയ്യുന്ന ഇതാണ് ക്ലാസ്സുകളാണ്. ഇവിടെ നോക്കേ, ഇൻ എ ക്ലാസ് വിത്ത് എ സർട്ടൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഇഫ് വൺ സ്റ്റുഡൻറ്റ് weighing 30 kg ഈസ് ആഡഡ്, then the average weight of the class increases by 1 kg. If one more student weighing 30 kg is added, then the average weight of the class increases by 1.5 kg over the original average. What is original average weight വേണ്ടത്? അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഡീവിയേഷൻ എന്താണെന്നൊക്കെയുള്ള കാര്യം എൻ്റെ പ്രീവിയസ് ക്ലാസ് കണ്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആവറേജ് മാഗ്നമെൻ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. കഴിഞ്ഞൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തൊക്കെ ക്ലാസ്സുകൾ ഡീവിയേഷൻ്റെ മാത്രമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോൾ എക്സ് കുട്ടികളുണ്ടെന്ന് വെച്ചോ, എക്സ് കുട്ടികളുണ്ട്. അതിനകത്ത് ഒരു സ്റ്റുഡൻറ്റ് 30 കിലോയും കൊണ്ട് വന്നു. അപ്പോൾ അവിടെ ആവറേജ് വെയിറ്റ് എന്തായി? ക്ലാസ്സിൻ്റെ മൊത്തത്തിൽ ഒന്ന് വെച്ച് കൂടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ 30 കിലോ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ 30 കിലോയിൽ എത്രയോ അവന് അധികം ഉണ്ടായിരുന്നു. അതായത് ഇനിഷ്യൽ ആവറേജ് എക്സാന്ന് വെച്ചോ. അപ്പോൾ എക്സ്ട്രാ വന്ന സാധനം, അപ്പോൾ ആവറേജിൽ നിന്ന് എക്സ്ട്രാ വന്ന സാധനം, അപ്പോൾ വരുന്നതും എക്സ് കൊണ്ടാണെങ്കിൽ ആവറേജിൽ ചേഞ്ച് ഒന്നും വരത്തില്ല. അതാണ് നമ്മുടെ ഡീവിയേഷൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ എക്സ്ട്രാ കൊണ്ടുവന്ന എത്രയാണ്? 30 - എക്സ്. ഇത്രയാണ് നമുക്ക് എന്ത് വന്നത്? അധികം വന്നത്. ഇത്രയും സാധനം എത്ര പേർക്കായിട്ട്? ഇപ്പോൾ n കുട്ടികളായിരുന്നു ആദ്യം ഉള്ളതെന്ന് വെച്ചോ, n കുട്ടികളായിരുന്നുള്ളത്. ഇത് എത്ര പേർക്കായിട്ട് ഡിവൈഡ് ചെയ്യും? n+1 ആൾക്കാർക്ക്. കാര്യം ഒരാളൂടെ വന്നു. അപ്പോൾ ഈ 30 - എക്സ് എത്ര പേർക്കായിട്ട്? n+1 ആൾക്കാർക്കായിട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. അതായത് 30 - എക്സ് അധികമുണ്ട്. അത് എത്ര പേർക്ക്? n+1 ആൾക്കാർക്ക്. ഓരോരുത്തർക്കും ഇത്ര വെച്ച്. അതിൻ്റെ വാല്യൂ ആണ് ആ ഓരോരുത്തർക്കും ഇത്ര വെച്ച് എന്ന് പറയുന്നതാണ് ആവറേജ് കൂടുന്നത്. അതാണ് ആവറേജ്, സം ബൈ നമ്പർ. ഈ കൺസെപ്റ്റ് ഡീവിയേഷൻ്റെ കൺസെപ്റ്റാണ്. ഈ കൺസെപ്റ്റ് അറിഞ്ഞേ പറ്റും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് 1 തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 30 - എക്സ് = n+1 അല്ലെങ്കിൽ n+എക്സിൻ്റെ വാല്യൂ എന്ത് വന്നു? നമുക്ക് 30 - 1 29. ഇത് സോൾവ് ചെയ്യുമ്പോൾ ഈ 1 അപ്പുറത്ത് വരും, 29 വരും. അപ്പോൾ n+എക്സ് 29 ഇനി നമുക്ക് നോക്കാം. n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. ഇത് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് വെയിറ്റ് ആണ്. ഇപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഒരിക്കലും പോയിന്റ് വരത്തില്ല. ഇപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പോയിന്റ് വരാത്തിടത്തോളം കാലം 26.5 25.5 എക്സിന് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായി പോകും? നമ്പർ ഓഫ് സ്റ്റുഡൻസ് പോയിന്റ് ആയിപ്പോൾ. അപ്പോൾ ഒന്നുകിൽ 27 അല്ലെങ്കിൽ 24 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഞാൻ അത് 27 ഓപ്ഷൻ സി എടുക്കുന്നു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 27 എന്ന് എടുക്കുവാണ്. അപ്പോൾ എക്സ് ഒറിജിനൽ ആവറേജ് 27 എന്ന് എടുക്കുവാണ്. അപ്പോൾ ഒറിജിനൽ ആവറേജ് ഇവിടെ 27 എടുത്തു കഴിഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ എത്ര വരും? 2 എന്ന് വരും. എങ്കിലേ 2 27 29 എടുത്തുള്ളൂ. അപ്പോൾ n 2 വെച്ചോ. n 2 ആണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ടോട്ടൽ ഇത് സംഭവിക്കുന്ന കറക്റ്റാന്ന് നോക്കാം. അപ്പോൾ n 2 പേരുണ്ടായിരുന്നു. അതിനകത്ത് 30, 2 പേരുടെ ആവറേജ് 27 ആയിരുന്നു. അപ്പോൾ ടോട്ടൽ 2 × 27 54 ഉണ്ടായിരുന്നു. അതിലൂടെ 30 കൂടെ വന്നു, 84 ഇപ്പോൾ സം എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ ആവറേജ് 27 ആണ്. ഓക്കെ. അപ്പോൾ ഇനി എന്ത് ചെയ്തു? ഈ 1 more സ്റ്റുഡൻറ്റ് 30 കിലോ കൂടെ വന്നു. ഇപ്പോൾ എത്രയായി? 84 114 ഇപ്പോൾ എത്ര പേരായി? 4 പേരായി. 114/4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 2. ബാക്കി 34 8 28.5. അതായത് ഒരാളുടെ വരുമ്പോൾ 28 ആയി. ഇപ്പോൾ നേരത്തെ 27 ഉള്ളത്, ഇനിഷ്യലി 27 ഉള്ളത് ഇപ്പോൾ എത്രയായി? 28 ആയി. എത്രയാണ് കൂടിയത്? 1.5 കൂടി. 1.5 തന്നെയാണ് ഇവിടെയും കൂടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഓപ്ഷൻ സി ആൻസർ കൊടുക്കാം. സിമ്പിൾ.